എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഓറഞ്ച് ചേർത്തുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് കിട്ടുന്ന സീസണിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കാം. ഒരു ബൗളിലേക്ക് ലൂസായിട്ട് അളന്നെടുത്തിട്ടുള്ള 1.5 കപ്പ് മൈദ, അതായത് 180 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. ചേർത്താൽ നല്ലൊരു മർദ്ദം ഉണ്ടാവും നമ്മുടെ കേക്കിന്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി എടുത്താൽ മതി. അതായത് മൊത്തം ഒരു 200 ഗ്രാം പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് സൈഡിലേക്ക് വയ്ക്കുക. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് ഫ്രഷായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്. ഇതൊരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈര് ഇത് ചേർക്കാം. അതായത് 100 ഗ്രാം തൈരാണ് ആവശ്യമുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതും സൈഡിലേക്ക് വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കേണ്ടത്. ഇത് 200 ഗ്രാം ഉണ്ട്. അതായത് ഒരു 13 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ചേർക്കേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയതാണ്. ഒരു വലിയ ഓറഞ്ച് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിൻ്റെ വെള്ളഭാഗം ഒട്ടും വരാതെ ഏറ്റവും മുകളിലുള്ള ഭാഗം മാത്രം ഒന്ന് ചെത്തിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇതൊരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഇതുപോലൊരു ഇലക്ട്രിക് ബീറ്ററോ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓറഞ്ച് തൊലിയിലുള്ള നീരൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1/2 കപ്പോളം ബട്ടറാണ് ഇപ്പോൾ ചേർത്തത്. ഇതൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ കളറൊക്കെ മാറി നല്ലൊരു വെള്ള നിറമാവുന്നത് വരെ, ഇതൊന്നുകൂടി ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒരു 4-5 മിനിറ്റ് നേരം ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയാണ് നമ്മൾ ചേർക്കേണ്ടത്. 2 മുട്ടയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ആദ്യം 1 മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇത് നന്നായിട്ട് യോജിച്ച് വരുന്നത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആ മുട്ടയുടെ അംശമൊന്നും ഒട്ടും കാണാതെ ആവുന്നവരെ നന്നായി ബീറ്റ് ചെയ്ത ശേഷം രണ്ടാമത്തെ മുട്ടയും ചേർത്ത് കൊടുക്കുക. ഇതും ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. 2 പാർട്ടായിട്ട് ആദ്യം പകുതി പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഡ്രൈ ആയിട്ടുള്ള പൊടിയുടെ അംശം കാണാതാവുന്ന അത്രയും സമയം ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസും തൈരും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം ചേർക്കാം. ഇനി ബാക്കിയുള്ള പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ലൈൻ ചെയ്തിട്ടുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ നിറയ്ക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം നിറച്ചാൽ മതി. ഇനി തട്ടി എയർ ബബിൾസ് പുറത്തേക്ക് കളയാം. ഞാൻ 6 കുഴിയുള്ള ട്രേ ആണ് ഉപയോഗിച്ചത്. ബാക്കിയുള്ള മാവ് ഇതുപോലെയുള്ള ടാർട്ട് മോൾഡിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാക്കിയിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 തൊട്ട് 22 മിനിറ്റ് വരെ അത്രയും സമയമാണ് ബേക്ക് ചെയ്യേണ്ടത്. ഓരോ ഓവനനുസരിച്ച് ബേക്ക് ചെയ്യാനുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടാവാം. ഓവനില്ലാതെ നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാവുന്നതാണ്. ബേക്കായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു ലൈറ്റായിട്ടുള്ള കളറായിപ്പോയി. ഞാനിത് ഓവനിൽ വെച്ചപ്പോൾ ഗ്ലാസിൻ്റെ സൈഡിലേക്ക് വന്ന പാർട്ടാണ് ഇങ്ങനെ ആയത്. നമ്മൾ തിരിച്ച് ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചിരുന്നെങ്കിൽ ഒരേപോലെ ചൂട് കിട്ടിയേനെ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫാൻ മോഡിൽ ചെയ്താലും മതി. ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ നല്ലൊരു ടെക്സ്ചറാണ് ഇതിന്. നല്ല രുചിയുള്ള ഒരു കേക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓറഞ്ചൊക്കെ കിട്ടുന്ന ഈ സീസണിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.